ഹായ്, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നീർക്കെട്ട് എന്നുള്ളൊരു അസുഖം അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു അസുഖമാണോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖത്തിനുള്ളൊരു കാരണമാണോ നീർക്കെട്ട് എന്നുള്ളത്? നീർക്കെട്ട് നമ്മുടെ ശരീരത്തിനകത്തും കണ്ടുവരാം, അതായത് ഇൻറ്റേർണലി കണ്ടുവരാം, നമ്മുടെ ശരീരത്തിന് പുറത്തും നീർക്കെട്ടൊക്കെ കണ്ടുവരാം. ഒരു ദിവസം നിങ്ങൾ കിടക്കുന്ന പോസ്ചർ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുത്തൊക്കെ ഒന്ന് ഉളുക്കിപ്പോയാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നീർക്കെട്ട് അല്ലെങ്കിൽ നീര് വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, കാലിൽ നീര് വരുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നീർക്കെട്ടിന് നമ്മൾ പറയുന്നത് ഇൻഫ്ലമേഷൻ എന്നാണ് അല്ലേ. ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു അസുഖം വരാനുള്ളൊരു കാരണമാണ് ശരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇൻഫ്ലമേഷൻസ് വരാം. ഗട്ടിൽ മെയിനായിട്ട് നമ്മുടെ കുടലിൽ, ചെറുകുടൽ, വൻകുടലിലെല്ലാം തന്നെ നീർക്കെട്ട് വരാം. അപ്പം മെയിനായിട്ട് നമ്മുടെ ബോഡിക്കുള്ളിൽ നീർക്കെട്ട് വരുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടാണ്. അതായത് കുടലും ചെറുകുടലും വൻകുടലും ഒക്കെ ഉൾപ്പെടുന്ന ഗട്ടിനിൽ നീർക്കെട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഗട്ടിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് വരാം. ഇപ്പം ആസിഡിറ്റി ആയിക്കോട്ടെ, ഗ്യാസ്ട്രൈറ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ലിവറിൽ ആ ഒരു ഏരിയയിലെല്ലാം നീർക്കെട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റിസും എല്ലാം തന്നെ വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഗട്ടിൽ നീർക്കെട്ടുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നീർക്കെട്ട് കുറയ്ക്കാൻ നോർമലി നമ്മൾ അലോപ്പതി മെഡിക്കേഷൻസ്, ഡൈക്ലോഫെനാക്ക് പോലെയുള്ളത് അല്ലെങ്കിൽ ഇബുപ്രോഫൻ ഇങ്ങനെയുള്ള NSAIDs ഒക്കെ നമ്മളെല്ലാവരും ഒരുപാട് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് കാലമായിട്ട് മെഡിക്കേഷൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മ്യൂക്കോസൽ മെംബ്രെയിൻസ് ഒക്കെ ഉണ്ട്, ചെറുകുടലിലും വൻകുടലിലൊക്കെ വരുന്ന ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസൽ മെംബ്രെയിൻസ് ഉണ്ട്, അതിലെല്ലാം തന്നെ നീർക്കെട്ട് വന്നിട്ട് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, അൾസറൊക്കെ വരുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചില ഭക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴും നീർക്കെട്ട് ഉണ്ടാക്കും. ആ ചില ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരുവിധം എല്ലാ അസുഖത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് നീർക്കെട്ട് തന്നെയാണ്. അപ്പം ഈ ഒരു നീർക്കെട്ട് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ്? നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില ഫുഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. നിങ്ങളെല്ലാവരും ഇപ്പം പൊതുവെ ഡോക്ടേഴ്സ് പറയുന്നതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ഗട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഗട്ടിലുള്ള ബാക്ടീരിയാസ് ഗ്രോത്ത് ഒക്കെ കുറയ്ക്കുന്നു, നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുന്നു. അതാണ് ഈ ഒരു ചെയ്യുന്നത്, ഗ്ലൂട്ടൻ ചെയ്യുന്നത്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ ഗ്ലൂട്ടൻ ഒട്ടുമിക്ക ആളുകൾക്കും അലർജി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഗ്ലൂട്ടൻ്റെ അകത്ത് ഗ്ലാഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ ഒരു പ്രോട്ടീൻ്റെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും. അപ്പം എന്തുകൊണ്ടാണ് ഗട്ടിൽ നീർക്കെട്ട് വരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ദഹനം നടക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ ചെറുകുടലിലെല്ലാം തന്നെ എന്ത് ചെയ്യും? ഒരു ടോക്സിൻ പോലെ മാറും, ഒരു ടോക്സിനായിട്ട് മാറുകയും അത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അതേ സെയിം സംഭവം തന്നെയാണ് ഈ ഒരു ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പം അതിൽ മെയിനായിട്ടും പറയുന്നത് വീറ്റ് അഥവാ ഗോതമ്പ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ളതാണ്. ബാർലി, അതുപോലെ തന്നെ ഓട്സ്, ഇതെല്ലാം ഗ്ലൂട്ടനായി ജനറ്റിക്കലി മോഡിഫൈഡ് ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈവൻ എന്ത് അസുഖം, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് വന്നെന്ന് കരുതുക, അറ്റാക്കിന് മുൻപായിട്ട് ബ്ലോക്ക് വന്നത്, ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു നീർക്കെട്ടാണ് അല്ലേ. അപ്പോൾ ഫാറ്റി ലിവറിന് ചുറ്റും വരുന്ന നീർക്കെട്ടാണ്, കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി കുറയ്ക്കുക, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ചെടുക്കാനായിരിക്കും കുറച്ചും കൂടി, അതായത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗോതമ്പ് ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ 2 ഗോതമ്പ് ദോശയല്ലോ, ഗോതമ്പിൻ്റെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ എമൗണ്ട് കഴിക്കുന്നത് കുറച്ചുകൊണ്ട് വരിക, ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തുക, അത്രമാത്രം ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലൂട്ടനാണ്. ഇതിൽ രണ്ടാമതെന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് പറയുന്നത് ഷുഗറിനെയാണ്. വെളുത്ത വിഷം എന്ന് നമ്മൾ അറിയപ്പെടുന്ന
വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലമേഷനാണ് നമ്മുടെ ശരീരത്തിൽ. കൂടുതലായിട്ടും ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് കിടക്കും. രക്തത്തിൽ കൂടുതലായിട്ട് കിടന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് പോകും. ഇപ്പോൾ ഷുഗർ പേഷ്യൻസിന് തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, അവർക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വൂണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നു അല്ലേ. ആ ഒരു മുറിവ് ഉണങ്ങാൻ ടൈം എടുക്കും. അവിടെ ഇൻഫ്ലമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഉണങ്ങാനും ടൈം എടുക്കുന്നു. കാരണം എന്താ, അവിടെ രക്തത്തിൽ പഞ്ചസാര കൂടുതലായിട്ട് അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് നിൽക്കുന്നു. ഇത് നമ്മുടെ എന്ത് ചെയ്ത് നമ്മുടെ WBC സെൽസിനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയ മൈക്രോ ഓർഗാനിസത്തിനോട് ഫൈറ്റ് ചെയ്യുന്ന വെളുത്ത രക്താണുക്കളുണ്ട്. ഈ ഒരു ശ്വേത രക്താണുക്കളെ നശിപ്പിക്കുന്നു ആര്, ഈ പറയുന്ന ഷുഗർ എന്ന് പറയുന്നത്. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അപ്പം വൈറ്റ് ഷുഗർ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്നൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ വൈറൽ ഫീവർ, അങ്ങനെ വൈറലായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് അഥവാ നീർക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നീർക്കെട്ട് ഉണ്ടാക്കുന്ന മറ്റൊന്നെന്ന് പറയുന്നത് ഓയിൽസ് ആണ്. അപ്പം ഓയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് ഓയിൽസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഫാറ്റി ആസിഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഓയിൽസ് ഉണ്ട് അല്ലേ, ഈ സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, കോൺ ഓയിൽ, ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കും. കാരണം ഇതെല്ലാം തന്നെ omega-6 റിച്ച് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീർക്കെട്ടുണ്ടാക്കുന്നു. അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ സൺഫ്ലവർ ഓയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 71% omega-6 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. omega-6 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് ഒട്ടും തന്നെ നല്ലതല്ല. ചെറിയൊരു എമൗണ്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളിത് ഡെയിലി കുറേ അളവിലൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ഇത് ക്യാൻസർ സെൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നു ബോഡിയിൽ, omega-6. അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം കഴിവതും ഒഴിവാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ സോയയിലാണെങ്കിലും ഇതിലും വരുന്നുണ്ട് ഒരു ഏകദേശം ആ ഒരു 63 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ കോൺ ഓയിലാണെങ്കിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത് അത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. കോക്കനട്ട് ഓയിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതിൽ വെറും 3% മാത്രമേ omega-6 ഫാറ്റി ആസിഡ്സ് വരുന്നുള്ളൂ. കോക്കനട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ നല്ലതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും തന്നെ ഒരു എമൗണ്ടിൽ കൂടുതലായിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അതിനെപ്പോഴും എന്തായിരിക്കണം, ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു അളവിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു കൊളസ്ട്രോൾ പേഷ്യൻസ് വന്നെന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ അവരോട് പറയുന്നത് എന്താണ്, നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്യാൻ പാടുള്ള ഓയിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് സേഫാണ്, പക്ഷേ അതൊരു 3 ടീസ്പൂണിൻ്റെ മുകളിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണെങ്കിൽ നിങ്ങളത് മെത്തേഡ് ഓഫ് കുക്കിംഗ് ഉണ്ട്, നമ്മൾ കുക്ക് ചെയ്യുന്ന മെത്തേഡും അതുപോലെ തന്നെ അതിലുള്ള ക്വാണ്ടിറ്റിയും, ഇത് രണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓയിലാണെങ്കിൽ കൂടി കോക്കനട്ട് ഓയിലാണെങ്കിൽ കൂടുതൽ സമയം ഹീറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. കൂടുതൽ സമയം ഹീറ്റ് ആവുന്ന സമയത്ത് അതിൽ കെമിക്കൽ ചേഞ്ചസും കാര്യങ്ങളും വരുന്നു, നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നീർക്കെട്ടും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മുടെ എന്താണെങ്കിലും അത് അതിൻ്റെതായ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുക, കറക്റ്റായിട്ടുള്ള എമൗണ്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന. ഒന്ന് ഗ്ലൂട്ടനാണ്, രണ്ടൊന്ന് ഈ ഒരു വെജിറ്റബിൾ ഓയിൽസ് ആണ്. പിന്നെ പറയുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, വൈറൽ അല്ലെങ്കിൽ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് നീർക്കെട്ട്, നമ്മുടെ ശരീരത്തിനകത്ത് നീർക്കെട്ട് കുറയാൻ സമയമെടുക്കുന്നു. ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നു. ഈ ഗട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇവിടെ ഒരു ആക്സസ് വരുന്നുണ്ട്, ഗട്ട് ബ്രെയിൻ ആക്സസ്. അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ് അടിക്കുന്നുണ്ടെങ്കിൽ, ഓവറായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ കോർട്ടിസോൾ ഹോർമോൺസൊക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബോഡീൻ്റെ അകത്ത് ഈ ഒരു ഗട്ടിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നു, ഗട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരുന്നു. അപ്പോൾ നമ്മുടെ ലിവർ തകരാറിലാവുന്നു, ഗട്ടും ലിവറും റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഇടയ്ക്കിടയ്ക്ക് ആളുകളിൽ കണ്ടുവരുന്നു, ജോയിൻറ്റ് പെയിൻസ്, റൊമറ്റോയിഡ് പോലുള്ള കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മുടെ ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഗട്ടിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സിംറ്റംസ് കാണിക്കുന്നത് നമ്മുടെ ജോയിൻറ്റിലാണെങ്കിലും ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഒന്ന് ഗട്ടിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് എന്ന് നമ്മൾ RA പേഷ്യൻസിനോട് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ്, അതെല്ലാം തന്നെ അവരുടെ ഗട്ട് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നീർക്കെട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവർ ഒരു ദിവസം എന്ത് വന്നാലും ഒരു 10 മുതൽ 12 ലിറ്റർ ഗ്ലാസ് വെള്ളം കുടിക്കണം. 2 to 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഗ്ലാസ് 10 മുതൽ 12 ഗ്ലാസ് വെള്ളം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു എക്സസൈസ്, ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കണം. നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ നിന്നും നല്ല രീതിയിൽ വിയർപ്പ് പുറത്തോട്ട് വരുന്നുള്ളൂ. വിയർപ്പ് പുറത്തോട്ട് വരുമ്പോൾ തന്നെ ഒരുവിധം ടോക്സിൻസ്, ഈ മാലിന്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. അതുകൊണ്ടും നമ്മുടെ ശരീരത്തിലുള്ള ഈ നീർക്കെട്ടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ലിവർ ടോക്സിസിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ടും ഇങ്ങനെ നീർക്കെട്ട് വരുന്ന ആളുകൾ ഫസ്റ്റ് തന്നെ ഒരു മെഡിക്കേഷൻസ് എത്ര കഴിച്ചിട്ടും ചിലപ്പോൾ അവർക്കൊരു ക്യൂർ കിട്ടുന്നുണ്ടാവില്ല. മരുന്ന് മാത്രം ഡിപ്പെൻഡ് ആയ പോരാ, കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്യണം. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞ ഡയറ്റിൽ നേരത്തെ പറഞ്ഞ ഫുഡുകൾ ഒഴിവാക്കുക, വെള്ളം കുടിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാൻ, അല്ലെങ്കിൽ എപ്പോഴും ജോയിൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീർക്കെട്ട് വരിക, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫുഡിലും ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുത്ത് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ കൂടി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ടും നമുക്ക് മാറ്റം ഇല്ലെങ്കിൽ മാത്രം മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷനിലോട്ട് നീങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.